എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിൻ്റെ അടുത്ത ഒരു ദശകം നമുക്ക് നോക്കാം. അപ്പോൾ 72ാമത്തെ ദശകം, 71ാമത്തെ ദശകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. കേശി വധവും വ്യോമാസുരനെ വധിക്കുന്നതും ഒക്കെയാണ് കണ്ടത്. അപ്പോൾ 72ാമത്തെ ദശകത്തിൽ അക്രൂര ആഗമനം എന്നാണ്. അക്രൂരൻ എന്ന് പറയുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ വൃന്ദാവനത്തിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചകളും അവിടെ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഭഗവാനെ വധിക്കാനായിട്ട് കംസൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, ഒരുപാട് അസുരന്മാരെ അയച്ചു. എല്ലാം നമുക്ക് ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടത് കണ്ടു. ഭഗവാൻ അവർക്കൊക്കെ മോക്ഷം നൽകിയത് കണ്ടു. അവരെ വധിക്കുകയും മോക്ഷം നൽകുകയും ഒക്കെ ചെയ്ത ഒരു എന്താ പറയുക, ഭക്തവത്സലനായ ഭഗവാനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് ലീലകളിൽ കണ്ടത്. അപ്പോൾ ഇന്ന് അക്രൂരൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭക്തനാണ്. മാത്രമല്ല തൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരൻ തന്നെയാണ്. അപ്പോൾ ഒരു പിതൃസ്ഥാനത്താണ് അക്രൂരൻ ഉള്ളത്. എന്നാൽ അക്രൂരൻ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനും കൂടിയാണ്. അപ്പോൾ നല്ല ഭക്തന്മാരിൽ ഒരാളാണ് അക്രൂരൻ. അങ്ങനെ അപ്പോൾ കംസൻ അക്രൂരനെ ബലരാമനെയും ശ്രീകൃഷ്ണനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് വരുന്നു. ആ വൃന്ദാവനത്തിലേക്ക് വരുന്ന അക്രൂരൻ്റെ ആഗമനമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ കൊണ്ടുവരാനുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ആ യാത്രാ മധ്യേ തന്നെ പല ഭഗവാന്റെ ആ ചിന്തകളാൽ അക്രൂരൻ ഇങ്ങനെ ആനന്ദത്താൽ സ്വയം മറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തി, ആ വൃന്ദാവനത്തിലെ അവിടെ എത്തിയ ഉടനെ ആ മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ടു എന്ന് പറയുന്നു. അത്രയ്ക്ക് ആ പൊടിയൊക്കെ എടുത്ത് ആ മണ്ണൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വാരിയിട്ടു എന്നും അത്രയ്ക്ക് ആ ഒരു സന്തോഷമാണ്, ആ ഒരു ഭഗവാനെ കാണാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷവും ഒക്കെ തന്നെ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഗോപന്മാരും ഗോപികമാരും എത്രത്തോളം ഭഗവാനിൽ ഭക്തിയുള്ളവരാണെന്ന് അറിഞ്ഞത്. കാരണം അവിടെ ഭഗവാന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ അദ്ഭുത ചരിത്രങ്ങൾ അടങ്ങിയ പാട്ടുകളൊക്കെ ഓരോ വീടുകളിൽ നിന്ന് സന്ധ്യയ്ക്കൊക്കെ കേട്ടു. അങ്ങനെ സന്ധ്യാസമയത്താണ് ഭഗവാന്റെ ഗൃഹത്തിൽ അക്രൂരൻ എത്തിയത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഒരു പശുവിനെ കറക്കുന്ന രംഗം നോക്കി നിൽക്കുന്ന കൃഷ്ണനെയും ബലരാമനെയുമാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ മഞ്ഞ പട്ടു വസ്ത്രവും ബലരാമൻ നീല പട്ടുമാണ് ഉടുത്തിരുന്നത്. അങ്ങനെ പക്ഷേ എന്നാൽ അക്രൂരനാണെങ്കിൽ വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ശരീരമൊക്കെ പൊടി പിടിച്ച് ആകെ മലിനമായ അവസ്ഥയിലായിരുന്നു. എന്നിട്ടും തൻ്റെ ഭക്തനായ അക്രൂരനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ച് സ്നേഹത്തോടു കൂടി അക്രൂരനെ സൽക്കരിച്ചുകൊണ്ടും അന്ന് രാത്രി മുഴുവൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണൻ അക്രൂരൻ്റെ അടുത്ത് ഇരുന്നു. അങ്ങനെ ആ സമയത്ത് പക്ഷേ രാത്രി സമയങ്ങളിൽ സാധാരണ ഗോപസ്ത്രീകളൊക്കെ ആയിട്ട് കാണാറ് പതിവുണ്ടായിരുന്നല്ലോ ഭഗവാൻ യമുനാ തീരത്ത്. പക്ഷെ അന്ന് പോയില്ല. അപ്പോൾ ഓരോ ഗോപസ്ത്രീകളും വിചാരിച്ച് ഇന്ന് മിത്രവിന്ദയുടെ വീട്ടിലായിരിക്കും, ഇന്ന് രാധയുടെ വീട്ടിലായിരിക്കും. ഇങ്ങനെ പരസ്പരം അവർ വിചാരിച്ചുകൊണ്ട് ഭഗവാൻ വന്നില്ലല്ലോ എന്നുള്ള പരാതി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു പരിഭവത്തോടു കൂടി ആ ഒരു രാത്രി കഴിച്ചു കൂട്ടുന്ന ഗോപികമാർ ആണ് ഇവിടെ മേൽപ്പത്തൂർ വിവരിക്കുന്നത്. അതുപോലെ നമ്മളും ഭഗവാനെ കാണാൻ അങ്ങനെ ആഗ്രഹമുള്ള ഒരു മനസ്സോടുകൂടി നമുക്കും എന്താ പറയുക, ഇതെല്ലാം പാരായണമൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് 72ാമത്തെ ദശകം അക്രൂര ആഗമനം പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാജാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ.
എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. 72-ാം ദശകം അക്രൂര ആഗമനം. കംസോധ നാരദഗിരാവ്രജവാസിനം ത്വാം ആകർണ്യദീർണഹൃദയ സതു ഗാന്ധിനേയം ആഹൂയ കാർമുഖമഖ ചലതോ ഭവന്തം മാനേതു മേനം ഹിനോദഹി നാഥശായിൻ. അക്രൂരയേഷ ഭവദംഘ്രിപരശിരായ ത്വദ്ദർശനാക്ഷമമനാക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞയൈവ പുനരീക്ഷിതും മുദ്യതസ്ത്വാം ആനന്ദഭാരമതിഭൂരിതരം ഭഭാര. സോയം രഥേന സുഹൃദീ ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പതിന കശ്ചിദ് അഭിവ്യജനാത്. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയം കിം വക്ഷ്യതേ സ ഖലു മാം ക്വനു വീക്ഷിത സ്യാദിത്തം നിനായ സ ഭവൻ യമേവ മാർഗം. ഭൂയക്രമാദ് അഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ ന പങ്കജാക്ഷ. പശ്യന്ന വന്ദത ഭവദ് വിഹൃതി സ്ഥലാനി പാംസു സുവേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാ വിജാതാ ഏവം തു ഭക്തിതരളാ വിരളാ പരാത്മൻ. സായം സ ഗോപഭവനാനി ഭവച്ചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദ സരിദേവ കിലോ ഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിം അന്വയാസീത്. താവദ്ദർശ പശുലോ ദോഹവിലോകലോലം ഭക്തോത്തമാഗതിം ഇവ പരിപാലയന്തം ഭൂമൻ ഭവന്തമയം അഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രോ ദൗപീതനീലരുചിരാംബരലോഭനീയോ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷോ മന്ദസ്മിതാർദ്രവദനോ സ യുവാം ദദർശ. ദൂരാദ്രധാത് സമവരുഹ്യ നമന്ദമീനം ഉത്ഥാപ്യ ഭക്തകുലമൗലിം അധോബഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സഫലോദ ഗൃഹാന്നിനേധ. നന്ദേന സാഗമിധ ആധരമർച്ചയിത്വാ തം യാദവം തദ് ഉദിതാം നിശമയ്യവാർത്താം ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. ചന്ദാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ദൂർത്തോ വിളംബത ഇതി പ്രമദാവിരുച്ചൈർ ആശങ്കിതോ നിശിമരുത്പുരനാഥപായാഃ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. അപ്പോൾ നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. അപ്പോൾ ഈ ദശകം 72 അക്രൂര ആഗമനം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓം തത്സത്.